നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിയിട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയി പ്രദർശനത്തിനെത്തിയിട്ട് ഇന്നേക്ക് ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ഒരാഴ്ചക്കുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്രയാണ് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം സ്വന്തമാക്കിയത് എന്നുള്ള കണക്കാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ വന്ന വലിയ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസിൽ ഹിറ്റടിക്കുകയും വീണുപോവുകയും ചെയ്ത ചിത്രങ്ങളുടെ ഒരാഴ്ചത്തെ കളക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും 5 പടങ്ങളുടെ ലിസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. വലിയ ഹൈപ്പിൽ വന്ന അല്ലാത്ത പടങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല. വലിയ ഹൈപ്പിൽ വന്ന 5 ചിത്രങ്ങളുടെ ഡേറ്റകൾ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏതായാലും ഇതിൽ 5ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. ഒരാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തത് 16,35 ലക്ഷം രൂപയാണ്. നിലവിൽ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 120 കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഈ സിനിമ റിലീസ് ചെയ്ത് കേരള ബോക്സ് ഓഫീസിൽ ഒരാഴ്ച പിന്നിടുമ്പോൾ നേടിയിരുന്നത് 16,35 ലക്ഷം രൂപയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ടൈറ്റ് കോമ്പറ്റീഷനായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഓടും കുതിര, ചാടും കുതിര, അതുപോലെ തന്നെ രോഗക്കൊപ്പം വന്ന് വലിയ ഹിറ്റായി മാറിയ ഹൃദയപൂർവ്വം എന്ന ചിത്രങ്ങളൊക്കെ കോമ്പറ്റീഷനായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് സ്ക്രീനുകൾ കുറവായിരുന്നു പൊതുവെ. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഇത്ര വലിയൊരു ഹിറ്റായിട്ട് പോലും അത്ര വലിയൊരു കളക്ഷൻ ആദ്യ ആഴ്ച ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 4ാം സ്ഥാനത്തുള്ളത് തുടരും എന്ന ചിത്രമാണ്. കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ തുടരും എന്ന ചിത്രം സ്വന്തമാക്കിയത് 20,35 ലക്ഷം രൂപയാണ്. വളരെ വലിയൊരു കളക്ഷനാണ് തുടരും എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല വേൾഡ് ബോക്സ് ഓഫീസിൽ തന്നെ വലിയ ഹിറ്റായ ഒരു മലയാള ചിത്രമാണ് തുടരും. കേരള ബോക്സ് ഓഫീസിൽ 100 കോടി, കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി നേടിയ ആദ്യ ചിത്രം കൂടിയാണ് തുടരും. നിലവിൽ തുടരും ഇട്ട റെക്കോർഡൊക്കെ ലോക എന്ന ചിത്രം മറികടന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി 100 കോടി കളക്ഷൻ നേടിയ ചിത്രം തുടരുമാണ്. എന്തായാലും റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ തുടരും എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 20,35 ലക്ഷം രൂപയായിരുന്നു. 3ാം സ്ഥാനത്തുള്ളത് തലൈവർ രജനികാന്ത് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രമാണ്. കൂലി എന്ന ചിത്രം റിലീസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 21,20 ലക്ഷം രൂപയാണ്. കേവലം ഒരാഴ്ച കൊണ്ടാണ് കൂലി എന്ന ചിത്രം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. കൂലി എന്ന ചിത്രം ആകെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 24 കോടി രൂപയാണ്. അതിന്റെ 90% തുകയും സ്വന്തമാക്കിയത് ആദ്യ വീക്കിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തുടർന്ന് നെഗറ്റീവ് റിവ്യൂ പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഒരാഴ്ച പിന്നിട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള സെറ്റ് ബാക്കാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തത്. എന്തായാലും റിലീസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കൂലി എന്ന ചിത്രം നേടിയത് 21,20 ലക്ഷം രൂപയാണ്. 2ാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ ദിവസം റിലീസായ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു കളക്ഷനാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുന്ന ഈ ദിവസം കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം ഇതിനോടകം തന്നെ 23,06 ലക്ഷം രൂപ നേടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള കളക്ഷനാണ് ഇത്. ഒന്നോർക്കുക, കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്ററായ തുടരും, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നീ 2 ചിത്രങ്ങളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഒരു കന്നഡ ഡബ്ബിംഗ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരള ബോക്സ് ഓഫീസിൽ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം അല്ലെങ്കിൽ കാന്താര 2 എന്ന ചിത്രം വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം 40 കോടിയോളം കളക്ട് ചെയ്യും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിരീക്ഷണം. കേരള ബോക്സ് ഓഫീസിൽ ഒരാഴ്ച കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന് പറയുന്നത് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ നായകനായ എമ്പുരാൻ എന്ന ചിത്രമാണ്.
വലിയ രീതിയിൽ ഹൈപ്പിൽ വന്ന ഈ ചിത്രം അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു റിവ്യൂ ഒക്കെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് കൂടി ആയിരിക്കണം, അല്ലെങ്കിൽ തരക്കേടില്ലാത്ത റിവ്യൂ കിട്ടി എന്നത് ഒരു പോസിറ്റീവ് ഘടകമായി ഈ ചിത്രത്തിന് പലപ്പോഴും മാറിയോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. എന്തായാലും റിലീസ് ചെയ്ത് ആദ്യത്തെ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എമ്പുരാൻ എന്ന ചിത്രം നേടിയത് 42,55,00,000 രൂപയാണ്. അതായത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം 23,06,00,000 രൂപയാണ്. അതായത് ഏകദേശം 20 കോടി രൂപയുടെ മാറ്റം. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം ഇതൊരു എമ്പുരാൻ L2E എമ്പുരാൻ എന്ന ചിത്രം ഒരു മലയാള ചിത്രമാണ്. മാത്രമല്ല ഇത് മോഹൻലാലിന്റെ സിനിമയാണ്. അതായത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലുള്ള താരത്തിന്റെ സിനിമ. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഈ ഏതാണ്ട് 20 കോടി പിന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള കാന്താര എന്ന ചിത്രം പോലും. എന്തായാലും വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന ടോപ്പ് റെക്കോർഡ് നിലവിൽ എമ്പുരാൻ എന്ന ചിത്രം തന്നെയാണ്. അടുത്ത കാലത്തൊന്നും അത് ഇപ്പോൾ മറ്റൊരു ചിത്രം ആ റെക്കോർഡ് തകർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ തകർക്കാനും സാധ്യതയുണ്ട്. കാരണം ലോക എന്ന ചിത്രത്തിന് ശേഷം മലയാളം ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം എല്ലാവരെ പോലെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.